ഒരു ദിവസം രാവിലെ ഞാനും, അതായത് ഡോക്ടർ വാട്സണും ഭാര്യയും കൂടി പ്രഭാത ഭക്ഷണത്തിനിരുന്നപ്പോൾ വേലക്കാരി ഒരു കമ്പി സന്ദേശവുമായി വന്നു. അത് ഷെർലക് ഹോംസിൻ്റെ ആയിരുന്നു. അതിലിങ്ങനെ പറഞ്ഞിരുന്നു: നിങ്ങൾക്ക് 2 ദിവസം ചെലവഴിക്കാനുണ്ടാവുമോ? ബോസ്കോം താഴ്വരയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറേ ഇംഗ്ലണ്ടിൽ നിന്നും ഇപ്പോൾ ഒരു സന്ദേശം ലഭിച്ചിരുന്നു. നിങ്ങളും എൻ്റെ കൂടെ വരികയാണെങ്കിൽ രസമായിരുന്നേനെ. അന്തരീക്ഷവും പ്രകൃതിയും ഒന്നാന്തരം. 11:15 പാഡിങ്ടണിൽ നിന്ന് പുറപ്പെടും. എന്തു പറയുന്നു? എന്നെ നോക്കി ഭാര്യ ചോദിച്ചു. നിങ്ങൾ പോകുന്നുവോ? സത്യത്തിൽ എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ വളരെ നീണ്ട ഒരു കാര്യപരിപാടി എൻ്റെ കയ്യിലുണ്ട്. ഓഹ്, നിങ്ങളുടെ ജോലിയൊക്കെ ആൻസ്ട്രുദർ ചെയ്തോളൂ. കുറേ നാളായി നിങ്ങളാകെ വിളറി വരികയായിരുന്നു. ഒരു മാറ്റമുണ്ടായാൽ അത് നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നു. തന്നെയല്ല, ഷെർലക് ഹോംസിൻ്റെ കേസുകളിലൊക്കെ നിങ്ങൾക്ക് വലിയ താല്പര്യവുമാണല്ലോ. അവയിൽ ഓരോന്നിൽ നിന്നും എനിക്ക് സിദ്ധിച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഞാനത് ചെയ്തിരുന്നില്ലെങ്കിൽ കൃതജ്ഞനാകുമായിരുന്നു. ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുങ്ങണമല്ലോ. ഇനി കഷ്ടിച്ച് അരമണിക്കൂറേയുള്ളൂ. ഞാൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ എൻ്റെ ക്യാമ്പ് ജീവിതത്തിൽ നിന്ന് കിട്ടിയ പരിചയം കുറഞ്ഞ പക്ഷം പെട്ടെന്ന് യാത്രയ്ക്കൊരുങ്ങാനെങ്കിലും എനിക്ക് കഴിവുണ്ടാക്കിയിരുന്നു. തന്നെയല്ല, എൻ്റെ ആവശ്യം ലഘുവും പരിമിതവുമായിരുന്നു. അതിനാൽ പറഞ്ഞതിനേക്കാൾ വേഗം ഞാൻ എൻ്റെ ഭാണ്ഡവുമായി വണ്ടി കയറി പാഡിങ്ടൺ സ്റ്റേഷനിലേക്ക് യാത്രയായി. ഷെർലക് ഹോംസ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീണ്ടു മെലിഞ്ഞ ആകാരം, യാത്രാവേളയിൽ ധരിക്കുന്ന തവിട്ട് നിറമുള്ള നീണ്ട വസ്ത്രവും തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുണിത്തൊപ്പിയും മൂലം ഒന്നുകൂടി നീണ്ടതായി തോന്നി. നിങ്ങൾ വന്നത് വാസ്തവത്തിൽ നന്നായി വാട്സൺ, അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരാൾ കൂടെയുണ്ടാവുന്നത് സത്യത്തിൽ ഗണ്യമായ ആശ്വാസമാണ്. അവിടുത്തുകാരനായ സഹായി ഒന്നുകിൽ കൊള്ളരുതാത്തവനായിരിക്കും, അല്ലെങ്കിൽ പക്ഷപാതപരനായിരിക്കും. അരികിലത്തെ 2 സീറ്റുകൾ നിങ്ങൾ പിടിച്ചിടാമെങ്കിൽ ഞാൻ പോയി ടിക്കറ്റ് വാങ്ങിവരാം. ഹോംസ് കൊണ്ടുവന്നിരുന്ന ഒരു കെട്ട് കടലാസുകളില്ലായിരുന്നുവെങ്കിൽ വണ്ടിയിൽ ഞങ്ങൾ മാത്രമായിരുന്നേനെ. റീഡിംഗ് കഴിയും വരെ ഹോംസ് ആ കടലാസുകൾ പരിശോധിക്കുകയും വായിക്കുകയും ചിലപ്പോൾ നോട്ട് കുറിച്ചു വയ്ക്കുകയും ചിന്താമഗ്നനാവുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് അദ്ദേഹം അതെല്ലാം കൂടെ ചുരുട്ടി ഒരു വലിയ പന്ത് പോലെയാക്കി മേൽത്തട്ടിലേക്ക് തള്ളി. നിങ്ങൾ ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടുവോ? അദ്ദേഹം ചോദിച്ചു. ഒന്നും കേട്ടില്ല. കുറേ ദിവസങ്ങളായി ഞാൻ പത്രങ്ങളും കാണാറില്ല. ലണ്ടൻ പത്രങ്ങളിൽ വലിയ വിവരങ്ങളൊന്നുമില്ല. വസ്തുതകളുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കാനായി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളെല്ലാം നോക്കുകയായിരുന്നു. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലഘുവായ കേസുകളിലൊന്നാണിതെന്ന് തോന്നുന്നു. അതൊരു വിരോധാഭാസമായിരിക്കുന്നല്ലോ. എന്നാൽ അത് സത്യമാണ്. വൈചിത്ര്യം ഒഴിച്ചുകൂടാനാവാത്തൊരു സൂചനയാണ്. സാധാരണമായ പ്രത്യേകതകളില്ലാത്ത ഒരു കുറ്റം തെളിയിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ കേസിൽ എന്തായാലും അവർ മരിച്ചയാളിൻ്റെ മകൻ്റെ പേരിൽ ഒരു വലിയ കുറ്റം ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊലപാതകമാണെന്നോ? ഓ, അങ്ങനെ ഊഹിക്കപ്പെടുന്നു. വ്യക്തിപരമായി അവിടം പരിശോധിക്കാതെ എനിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായിടത്തോളം കാര്യങ്ങൾ ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിച്ചു തരാം. ഹെർഫോർഡ്ഷയറിലെ റോഡിൽ നിന്നും വളരെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ബോസ്കോം താഴ്വര. അവിടുത്തെ ഏറ്റവും വലിയ ഭൂവുടമയായ മിസ്റ്റർ ജോൺ ടേണർ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമത്രയും ഓസ്ട്രേലിയയിൽ നിന്നുണ്ടാക്കിയതാണ്. കുറച്ചു നാൾക്ക് മുൻപ് അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി വന്നു. തന്നെപ്പോലെ ഒരു മുൻ ഓസ്ട്രേലിയൻ നിവാസിയായിരുന്ന മിസ്റ്റർ ചാൾസ് മെക്കാർത്തിക്ക് തൻ്റെ പുരയിടങ്ങളിലൊന്നായ ഹാദർലി ഫാം പാട്ടത്തിന് കൊടുത്തിരുന്നു. കോളനിയിൽ വെച്ച് തന്നെ അവർ പരസ്പരം അറിയുമായിരുന്നു എന്നതിനാൽ സ്ഥിരതാമസത്തിന് നാട്ടിൽ വന്നപ്പോൾ അടുത്തടുത്ത് താമസമാക്കിയത് സ്വാഭാവികമാണല്ലോ. ടേണറായിരുന്നു ധനികൻ. അതിനാൽ മെക്കാർത്തി അയാളുടെ കുടിയാനായെങ്കിലും അവർ പരസ്പരം തുല്യരെന്ന നിലയിൽ കഴിഞ്ഞു വന്നു. മെക്കാർത്തിക്കൊരു മകനുണ്ടായിരുന്നു, 18 വയസ്സുള്ളവൻ. ടേണർക്ക് അതേ പ്രായത്തിലൊരു മകളും. എന്നാൽ 2 പേരും വിഭാര്യന്മാരുമായിരുന്നു. അയൽപ്പക്കത്തെ ഇംഗ്ലീഷ് കുടുംബങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരു വിശ്രമ ജീവിതമാണ് അവർ നയിച്ചു വന്നത്. എങ്കിലും മെക്കാർത്തിമാർ 2 കളികളിൽ പ്രിയമുള്ളവരായിരുന്നു. അതിനാൽ അടുത്തുള്ള മത്സരവേദികളിലൊക്കെ അവരെ കാണാമായിരുന്നു. മെക്കാർത്തിക്ക് 2 ജോലിക്കാരുണ്ടായിരുന്നു, ഒരു പുരുഷനും ഒരു പെൺകുട്ടിയും. ടേണർക്കാകട്ടെ സാമാന്യം നല്ലൊരു പരിചാരക വൃന്ദം തന്നെയുണ്ടായിരുന്നു, ഏതാണ്ട് 1/2 ഡസൻ കുറഞ്ഞത്. ഇത്രയൊക്കെയാണ് അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. ഇനി കാര്യത്തിലേക്ക് കടക്കാം.
ജൂൺ 3 അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോടടുത്ത് ഹാദർലിയിലെ വീട് വിട്ട് ബോസ്കോം തടാകത്തിനരികിലൂടെ നടക്കുകയായിരുന്നു മിസ്റ്റർ മക്കാർത്തി. ബോസ്കോം താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയിലെ വെള്ളം വീണുണ്ടായ ഒരു ചെറിയ തടാകമാണ് അതെന്നറിയാമല്ലോ. രാവിലെ റോസിൽ തൻ്റെ വേലക്കാരനുമായി പോയ മക്കാർത്തി ഉച്ചയ്ക്ക് 3 മണിക്ക് തനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ മടങ്ങി. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തിയില്ല. ഹാദർലി ഫാമിൽ നിന്നും ബോസ്കോം തടാകം വരെ 1/4 നാഴിക ദൂരമുണ്ട്. മിസ്റ്റർ മക്കാർത്തി അവിടം കടക്കുന്നത് 2 പേർ കണ്ടിട്ടുമുണ്ട്. അതിലൊന്ന് ഒരു വൃദ്ധയാണ്, അവരുടെ പേരറിഞ്ഞുകൂടാ. മറ്റത് വില്യം ക്രോഡറാണ്, ടേണറുടെ ജോലിക്കാരിൽ മൃഗങ്ങളെ നോക്കുന്നവൻ. മിസ്റ്റർ മക്കാർത്തി തനിച്ചായിരുന്നുവെന്ന് അവർ 2 പേരും പറയുന്നുണ്ട്. എന്നാൽ മൃഗസംരക്ഷകൻ ഒന്നുകൂടി പറയുന്നു, മിസ്റ്റർ മക്കാർത്തി കടന്നുപോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജെയിംസ് മക്കാർത്തി തോളിൽ തോക്കുമായി അതുവഴി കടന്നു പോകുന്നത് അയാൾ കണ്ടത്രേ. മിസ്റ്റർ ജെയിംസ് പിതാവിനെ പിന്തുടരുകയായിരുന്നുവെന്നാണ് അയാളുടെ പൂർണ്ണ വിശ്വാസം. എന്നാൽ വൈകുന്നേരം ഈ ദുരന്തത്തെക്കുറിച്ച് കേൾക്കും വരെയും അതേക്കുറിച്ച് അയാൾ പിന്നെ ഒന്നും ഓർത്തതേയില്ല. മൃഗസംരക്ഷകനായ വില്യം ക്രോഡറിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞതിനു ശേഷവും മക്കാർത്തിമാരെ കണ്ടവരുണ്ട്. ബോസ്കോം തടാകത്തിന് ചുറ്റിലും കനത്ത കാടുപിടിച്ച അരികിലായി അല്പം പുല്ലും മുളകളും നിറഞ്ഞു കിടക്കുകയാണ്. ബോസ്കോം താഴ്വരയിലെ എസ്റ്റേറ്റിലെ ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ്റെ 14 വയസ്സുള്ള മകൾ പേഷ്യൻസ് മോറൻ ആ കാട്ടിലപ്പോൾ പൂക്കളിറുക്കുന്നുണ്ടായിരുന്നു. തടാകത്തിനരികിൽ വെച്ച് മിസ്റ്റർ മക്കാർത്തിയും മകനും തമ്മിൽ കലഹിക്കുന്നതും മകനോട് കടുത്ത ഭാഷ ഉപയോഗിച്ചപ്പോൾ അയാൾ പിതാവിനെ തല്ലാനെന്ന വണ്ണം കൈ ഉയർത്തുന്നതും അവൾ കണ്ടുവത്രേ. അവരുടെ ഈ അക്രമം കണ്ടു ഭയന്ന് അവൾ ഓടിപ്പോയി. മക്കാർത്തിമാർ രണ്ടും തമ്മിൽ ബോസ്കോം താഴ്വരയിൽ വെച്ച് ഷണ്ട കൂടുന്നുവെന്നും അവർ തമ്മിൽ ചിലപ്പോൾ സംഘട്ടനം തന്നെ നടന്നേക്കുമെന്നും വീട്ടിലെത്തി അവൾ പറഞ്ഞുകൊണ്ടിരിക്കെ മക്കാർത്തിയുടെ മകൻ ഓടി അവിടെ എത്തി. തൻ്റെ പിതാവ് ആ കാട്ടിൽ മരിച്ചു കിടക്കുന്നുവെന്ന് അയാൾ അറിയിച്ചു. ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ്റെ സഹായവും അയാൾ തേടി. അയാൾ ആകെ പരിഭ്രാന്തനായിരുന്നു. തോക്കോ തൊപ്പിയോ എടുത്തിരുന്നില്ല. തന്നെയല്ല, അയാളുടെ വലത് കൈയിലും ഷർട്ടിൻ്റെ മടക്കിലും പുതുരക്തവും പറ്റിപ്പിടിച്ചിരുന്നു. അയാളുടെ പിന്നാലെ അവിടെ എത്തിയ അവർ മിസ്റ്റർ മക്കാർത്തിയുടെ ശവശരീരം തടാകത്തിനരികിലായി പുല്ലിൽ മലർന്നടിച്ച് കിടക്കുന്നതാണ് കണ്ടത്. കനത്ത ശക്തമായ എന്തോ കൊണ്ട് പലതവണ തല്ലിയതിനാൽ തലയാകെ തകർന്നിരുന്നു. മകൻ്റെ തോക്കിൻ്റെ പാത്തി കൊണ്ടുണ്ടായ മുറിവുകളായിരുന്നിരിക്കണം അവയൊക്കെ. കാരണം അല്പമകലത്തായി ആ തോക്കും പുല്ലിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആ ചെറുപ്പക്കാരനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം എന്ന കുറ്റാരോപണത്തോടെ ചൊവ്വാഴ്ച അന്വേഷണം നടത്തി ബുധനാഴ്ച തന്നെ റോസിലെ മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ കൊണ്ടുവന്നു. അദ്ദേഹം അത് മേൽക്കോടതിക്ക് റഫർ ചെയ്തിരിക്കുകയാണ്. ഈ അപമൃത്യുവിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും പോലീസ് കോടതിയിൽ നിന്നും എനിക്ക് ലഭിച്ച പ്രധാന വിവരങ്ങൾ ഇവയാണ്. ഇതിനേക്കാൾ നിന്ദ്യമായൊരു കേസിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ കൂടി വയ്യ. സാഹചര്യ തെളിവുകൾ ഒരു കുറ്റവാളിയെ ശരിക്കും ചൂണ്ടിക്കാട്ടുന്നതിവിടെയാണ്. ഞാൻ പറഞ്ഞു, സാഹചര്യ തെളിവ് കുഴപ്പം പിടിച്ചതാണ്. ചിന്തിച്ചുകൊണ്ട് ഹോംസ് തുടർന്നു. അത് ചിലപ്പോൾ നേരെ ഒരു വസ്തുവിലേക്ക് വിരൽ ചൂണ്ടിയെന്ന് വരാം. എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരല്പം മാറ്റിയാൽ അതുപോലെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വസ്തുതയിലേക്ക് നിങ്ങളെ അത് നയിക്കുന്നത് കാണാം. എന്തായാലും ഈ കേസ് ആ ചെറുപ്പക്കാരനെതിരായി ഗൗരവമായി തിരിഞ്ഞിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തന്നെയല്ല, അയാളെ കുറ്റവാളിയാക്കാനും സാധ്യതയുണ്ട്. അയൽപ്പക്കത്തുള്ള ഭൂവുടമകളുടെ മകൾ മിസ് ടേണറെ പോലെ പലരും അയാളുടെ നിരപരാധിത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്. തന്നെയല്ല, മിസ് ടേണർ ലെസ്ട്രേഡിനെ ഈ കേസന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുകയുമാണ്. ചോരക്കളവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ ഈ കേസിനെക്കുറിച്ച് അന്വേഷിച്ച് അമ്പരന്ന മിസ്റ്റർ ലെസ്ട്രേഡ് എൻ്റെ അന്വേഷണത്തിനായി വിട്ടുതന്നിരിക്കുന്നു. അതിനാൽ പ്രഭാതഭക്ഷണം കഴിച്ചുകൊണ്ട് വീട്ടിലിരിക്കേണ്ട മധ്യവയസ്കരായ 2 മാന്യന്മാർ മണിക്കൂറിൽ 50 മൈൽ വേഗത്തിൽ ഇതാ പടിഞ്ഞാറോട്ട് പോകുന്നു. വസ്തുതകളെല്ലാം ഇങ്ങനെ വ്യക്തമായിരിക്കുന്നതിനാൽ ഈ കേസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഖ്യാതി നേടാൻ നൊക്കുമോ എന്നെനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞു, വ്യക്തമായ തെളിവുകളോളം ചതിക്കപ്പെടുന്ന മറ്റൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. തന്നെയല്ല, മിസ്റ്റർ ലെസ്ട്രേഡിന് ഒരു തരത്തിലും വ്യക്തമാകാതിരുന്ന മറ്റു ചില വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയെന്ന് വരും.
അദ്ദേഹത്തിന് മനസ്സിലാകാത്തതോ ഉപയോഗിക്കാൻ കഴിയാത്തതോ ആയ ചില വസ്തുതകൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ ഉറപ്പിക്കാനോ നശിപ്പിക്കാനോ എന്നെ സഹായിച്ചുവെന്ന് വരാം. അത് വീമ്പടിക്കലായി നിങ്ങൾ ധരിക്കില്ലല്ലോ. ആദ്യമായി ഒരു ഉദാഹരണമെടുക്കാം. നിങ്ങളുടെ കിടക്കമുറിയിലെ ജനൽ വലത് കൈവശത്താണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്നാൽ മിസ്റ്റർ ലെസ്ട്രേഡ് അത്തരം വളരെ വ്യക്തമായ ഒരു വസ്തുതയെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമോ എന്നെനിക്ക് സംശയമാണ്. എന്തൊരു പ്രിയ സുഹൃത്തെ, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. നിങ്ങളുടെ സ്വഭാവമായി തീർന്ന പട്ടാളത്തിലെ ശുചിത്വവും അറിയാം. നിങ്ങൾ ദിവസവും ഷേവ് ചെയ്യാറുണ്ട്. ഈ കാലത്ത് നിങ്ങൾ സൂര്യപ്രകാശത്തിലാണ് ഷേവ് ചെയ്യാറുള്ളത്. അതിനാൽ ഇടതുവശത്തേക്ക് വരും തോറും നിങ്ങളുടെ ഷേവിംഗ് ശരിയാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഏതാണ്ട് താടിയുടെ അവിടം വരെ വരുമ്പോഴേക്കും അവിടം വെളിച്ചം കുറഞ്ഞിരിക്കുമെന്നതിനാൽ സംശയിക്കാനില്ലല്ലോ. നിങ്ങളുടെ സ്വഭാവമുള്ള ഒരുവൻ ഇരുവശത്തും ഒരുപോലെ വെളിച്ചമുണ്ടെങ്കിൽ ഇങ്ങനെ മോശമായി ഷേവ് ചെയ്യുമെന്നെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഊഹത്തിനും നിരീക്ഷണത്തിനും ഒരു നിസ്സാര ഉദാഹരണമായി ഞാനിത് പറഞ്ഞുവെന്നേയുള്ളൂ. അവിടെയാണ് എൻ്റെ വൈദഗ്ധ്യം. നന്മുടെ മുമ്പിലുള്ള കേസിലും ഈ നിരീക്ഷണ പരിചയം വളരെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രേതപരിശോധനാ വേളയിൽ കണ്ട 1-2 വിവരങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കേണ്ടതായും വരും.